പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം. നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, OBS ഫോറം 218 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ എപ്പിസോഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദവചന ഭാഗം റോമാലേഖനം 15:5 ആകുന്നു. ഇത് പിതാവാം ദൈവത്തെ ഏക മനസ്സോടെ ഏക ആത്മാവിനാൽ മഹത്വപ്പെടുത്തണം എന്ന കൽപ്പനയായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രധാനമായും ആരാധനയിലൂടെയാകുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. നമസ്കരിക്കുക എന്നത് ആരാധന ആകുന്നു എന്നതാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ഈ വേദഭാഗം ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദി വർഷിപ്പേഴ്സ് വിൽ വർഷിപ്പ് ദ ഫാദർ ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. അതായത് നമസ്കാരം എന്നത് ആരാധനയാണ്. സഭയ്ക്ക് ദിവസം 7 നേരത്തെ നമസ്കാരം കൽപ്പിച്ചിരിക്കുന്നു. നമസ്കാരം പ്രാർത്ഥനയല്ല, അത് ആരാധനയാണ്. പ്രഭാത നമസ്കാരമല്ല. പ്രഭാത നമസ്കാരം എന്നതിന് പകരം പ്രഭാത പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിയായത് അല്ല. നമസ്കരിക്കുന്നിടത്ത് പിശാച് നിൽക്കുകയില്ല, അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം നീ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. സാത്താൻ കർത്താവിനെ വിട്ട് ഓടിപ്പോയി. ദൂതന്മാർ അടുത്ത് വന്ന് കർത്താവിനെ ശുശ്രൂഷിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരവും പ്രാർത്ഥനയും ഒന്നല്ല. കൈകൊട്ടി പാട്ടുപാടി പ്രാർത്ഥിച്ചാൽ നമസ്കാരം, അതായത് വർഷിപ്പ് ആവുന്നില്ല. എന്നാൽ സത്യ ആരാധനയിൽ, അതായത് നമസ്കാരത്തിൽ, പാട്ടും പ്രാർത്ഥനയും 2 ഘടകങ്ങളായി ഉൾപ്പെട്ടിട്ടുണ്ട്. ആരാധിക്കുന്നത് സ്വർഗത്തിലെ ദൃഷ്ടാന്തപ്രകാരം ആയിരിക്കണമെന്ന് എബ്രായ ലേഖനം 8:5 വ്യക്തമാക്കുന്നു. ആരാധന യാഗപീഠത്തിന്മേലും അതിനു മുമ്പിലും ആണ് നടത്തേണ്ടത്. യാഗപീഠവും ധൂപപീഠവും ധൂപകലശവും ധൂപാർപ്പണവും നിലവിളക്കും എല്ലാം സ്വർഗീയ ആരാധനയുടെ ഘടകങ്ങൾ ആകുന്നു. വിശുദ്ധ സഭയുടെ യാഗപീഠം എന്നത് കുരിശാകുന്നു എന്ന് നാം മനസ്സിലാക്കുകയും ആരാധനയിൽ ഉപയോഗിക്കുന്ന തബലയിത്ത കുരിശിൻ്റെ പ്രതീകമാണ് എന്ന സത്യം ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഈ വചന മർമ്മം ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. സ്വർഗീയ ദൃഷ്ടാന്തത്തിൽ ഇപ്രകാരമുള്ള ആരാധന ക്രമീകരണങ്ങളാണ് ഉള്ളത് എന്ന് വെളിപാട് പുസ്തകം 7-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പെന്തക്കോസ്ത് കട്ടുകളുടെ ആരാധന സ്വർഗീയ ദൃഷ്ടാന്തങ്ങൾക്കും തിരുവചന സത്യങ്ങൾക്കും വിരുദ്ധമാണ്. ഏക മനസ്സോടെ ഏകവായിനാൽ പിതാവാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കൽപ്പനയ്ക്ക് വിരുദ്ധവുമാകുന്നു. ഓരോരുത്തരും സ്വന്തം മനസ്സിൽ വരുന്നത് പോലെ വായിലൂടെ പുറത്തുവിടുന്ന ജൽപ്പനങ്ങളാണ് കട്ടുകളായിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെ ആരാധനാ രീതി. അത് വചനവിരുദ്ധമാണ്. ഏക മനസ്സിൽ ഏകവായിനാൽ ആരാധിക്കുന്നതിന് ചിട്ടപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ആരാധന ക്രമം ആവശ്യമാണ്. അപ്രകാരം തയ്യാറാക്കിയ ആരാധന ക്രമമാണ് വിശുദ്ധ സഭയ്ക്ക് ഉള്ളത് എന്നത് ഏറ്റവും ശ്രദ്ധേയവുമാണ്. ഈ ക്രമം പാലിച്ചു മാത്രമേ നാം ആരാധിക്കാവൂ. ക്രമമില്ലാത്തതെല്ലാം അക്രമമായി മാറുമെന്നറിയാമല്ലോ. ഇതുവരെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.